ഹായ്, ഞങ്ങൾ ഇന്ന് ഒരു സ്റ്റേക്കേഷന് പോവാണ്. എവിടെ പോവാ? അതെ, ഇന്ന് സ്റ്റേക്കേഷന് പോവാണ്. കുറെ നാള് കൊണ്ട് ഇങ്ങനെ ഒരു എവിടെങ്കിലും പോണോന്ന് കംപ്ലീറ്റ് വീട്ടിലുള്ളവർ പറയുകയാണ്, അല്ലേ താമരെ? അപ്പൊ ഇന്ന് ആരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ? ആരൊക്കെയാ? ഓക്കെ, നിഖിലുണ്ട്, അമ്മയുണ്ട്, അച്ചാമ്മയുണ്ട്, സ്വർണ്ണയുണ്ട്, പിന്നെ ഇതാരാ? ഇതെന്റെ തങ്ക. പോകുന്ന സ്ഥലം കാണണം എങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യാൻ പറ വെയിറ്റ് ചെയ്യേ. അത് കണ്ട് ക്യൂട്ട്നെസ് വാരി എറിയാണെന്ന് തോന്നുന്നത് താമര. ആണോ? ഒന്ന് ഒരു 2 ക്യൂട്ട്നെസ്സും കൂടെ കൊടുത്തേ. അപ്പൊ സ്റ്റേ ട്യൂൺ ചെയ്യൂ പ്ലീസ്. ഓക്കെ, ഞാനിപ്പം വന്നെത്തിയിരിക്കുന്നത് സംസ്കൃതിയിലാണ്. സംസ്കൃതി റിസോർട്ട് അതൊരു ഐലൻഡ് റിസോർട്ടും കൂടിയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഫുൾ എക്സ്പ്ലോഷർ നമ്മളിപ്പോ ചെയ്യാൻ പോവുകയാണ്, അല്ലേ? താമരക്ക് ഇഷ്ടമായ? കൊള്ളാവോ? അപ്പോൾ ഞങ്ങൾ വന്ന് കയറിയതേ ഉള്ളൂ. എന്താ പേര്? ഐശ്വര്യ. സോ ഐശ്വര്യ ഒന്ന് കാണിക്കണം റൂം. ഇപ്പം ഞാനിവിടെ 2 റൂംസ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മളുടെ എല്ലാവരുടെയും ഫേമസ് ആയിട്ടുള്ള കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലം. ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ, കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഒരു ആംബിയൻസ് ഇവിടെ കിട്ടും. തുടങ്ങിയതേ ഉള്ളൂ. വാ, നമുക്ക് അകത്തോട്ട് പോവാം. അപ്പൊ രമേശ് ഭായ്, 5 വർഷം 5 വർഷമായി ആക്ച്വലി. നമ്മൾ അന്ന് ആദ്യം ഒരു ബ്രൈഡൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. വന്ന് നമ്മൾ അന്ന് പരിചയപ്പെടുന്ന അന്നും അതേപോലെ വികാസ് ജി നമ്മുടെ പ്രോപ്പർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ കുറെ നാൾക്ക് ശേഷം ഇത് പണിത് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടും ആ ഒരു സർപ്രൈസ് എലമെന്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ഹോം സ്റ്റേയിൽ നിന്ന് നമ്മളൊരു സംസ്കൃതിയിൽ നിന്ന് ഒരു ബാക്ക് വാട്ടർ ഐലൻഡ് റിസോർട്ടായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു, ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി ആയിട്ട്. ഒരു ഹെറിറ്റേജ് ഫീൽ തന്നെ ഇവിടെ ഉണ്ട്. എല്ലാം ഉണ്ട്. നമ്മളത് അതേ രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. രമേശ്, പക്ഷെ ഒരാള് എക്സ്ട്രാ ഉണ്ട് നമ്മളെ ലിസ്റ്റിൽ കേട്ടോ. ഇതാണ് ആ ഒരാള്. നന്നായി, നല്ല കാര്യം. അപ്പം ഇപ്പൊ ഇവിടെ എത്ര റൂംസ് ഉണ്ട്? നമ്മളിപ്പം ചെയ്തേക്കുന്നത് 23 റൂംസ് ആണ്. 23 റൂംസിൽ 18 റൂംസ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തു. ഒരു 5 റൂംസിന്റെ നമ്മൾ ഇനി ഓപ്പൺ ചെയ്യാനുണ്ട്. അത് നമ്മൾ 2 months കൊണ്ട് അതും കൂടെ ആഡ് ചെയ്യും. 23 റൂംസിന് ഇൻവെന്ററി ആണ്. നമ്മൾ നന്നായിട്ട് ഒരു ലക്ഷറി സ്റ്റൈൽ ഒരു 4 കാറ്റഗറിയിലാണ് റൂം പണിതേക്കുന്നത്. ഇതാണ് നമ്മുടെ ഹെറിറ്റേജ് സ്യൂട്ട്. ആക്ച്വലി മോസ്റ്റ് പ്രസ്റ്റീജിയസ് റൂമായിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. നമുക്കൊരു ലിവിംഗ് റൂം ഉണ്ട്. ബിക്കോസ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ബാൽക്കണിയാണ് ആക്ച്വലി, ഒരു ജൂലിയൻ ബാൽക്കണി. നമ്മൾ ആ പഴയ ട്രഡീഷണൽ സ്റ്റൈൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കെയിൻ വർക്ക്സ്, പിന്നെ നമ്മുടെ വാർഡ്രോബ് നമ്മുടെ ലിവിംഗ് റൂമിൽ അതേപോലെ ചെയ്തിട്ടുണ്ട്, ഒരു പൗഡർ റൂം. പിന്നെ അപ്പുറത്തേക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബാൽക്കണി, സ്പേഷ്യസ് ടോയ്ലറ്റ്. നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്
ഗ്രോഹയും ടോട്ടോയും അതുപോലത്തെ കണ്ടംപററി ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ്സാണ് ഡോവിൻ്റെ അമ്യൂണിറ്റീസ് എല്ലാം യൂസ് ചെയ്യുന്നത്. ആ ഗസ്റ്റിന് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളൊരു ഹോം സ്റ്റേ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ആ ഒരു ഹോം സ്റ്റേ എലമെൻറ്റ് നമ്മുടെ സർവീസിൽ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല അമ്യൂണിറ്റീസും നല്ല ഏറ്റവും എക്സ്പീരിയൻസും കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആക്ച്വലി. ഗുഡ്. അമ്മേ കൊള്ളാവോ താറാവ്? ഇതെന്താ താറാവ്? കൊള്ളാലോ. നമ്മുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് നല്ല ടാലൻ്റ് ഉള്ളതാണ്. പക്ഷെ എല്ലാവരും എല്ലാ ടൗലായിട്ടും ചെയ്യും. ഓരോ ഒക്കേഷൻസ് അനുസരിച്ച് നമ്മുടെ വെൽക്കം ലെറ്ററാണ് ഗസ്റ്റ് വായിച്ചോ. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ കുളിക്കണ്ട, നമുക്ക് വൈകിട്ട് കുളിക്കാം കേട്ടോ. ഇവിടെ മസാജ് ഒക്കെ ഉണ്ട് അമ്മ. ഇവിടെ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അവിടെ ചെയ്യണോ? അവിടെ മസാജും എണ്ണത്തോണിയും സ്പാ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ശരി. പണ്ടൊരിക്കൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് എത്ര വർഷമായി? ഒരു 4 വർഷം മുമ്പ്. പക്ഷെ ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നേ. അപ്പോഴാണ് ഇങ്ങനെ ഒരെണ്ണം. പിള്ളേർക്കും ഒരു ഹാപ്പിയായി. അമ്മയൊക്കെ ഞങ്ങൾ സർപ്രൈസ് തന്നെ. അമ്മയുടെ അടുത്ത് പറയാതിരുന്നേ ഇങ്ങോട്ട് വരുന്ന കാര്യം. അതാ ഞങ്ങൾ അമ്മ വരണേന്ന് പറഞ്ഞു. ഇപ്പൊ കുളിക്കണ്ട. താമരയുടെ കുളം എന്താ? ഇതാണേ അച്ഛന്റെ കുളം. ഇത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും. അപ്പൊ നമുക്ക് ചാടാം ധൈര്യമായിട്ട്. താമര വന്നത്തൊട്ട് ഇതിൽ ഇറങ്ങാൻ നിൽക്കുക. താമരയുടെ സീറ്റ് തന്നെ കിട്ടി. ഹാപ്പി ആയ? ഓക്കെ. എന്താ സ്പെഷ്യൽ ഇടാ? നമ്മൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് തന്നെ ഒരു തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചിയുടെയാണ്. റോക്കിയുടെ മദർ ഡെല്ലിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ ഒരു ഹോം സ്റ്റേ. ഒരു 25 years ആയിട്ട് ഭയങ്കര സക്സസ് ആയിട്ട് ഒത്തിരി പേര് വന്ന് കഴിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത്. അപ്പം നമ്മളും അമ്മച്ചിയുടെ മോനാണ് റോക്കി, അറിയാമോ? പുള്ളിയും പുള്ളി ഷെഫ് വെളിയിൽ യുകെയിലായിരുന്നു. അവിടെ എല്ലാം സെറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ റിസോർട്ട് സെറ്റ് ചെയ്ത പുള്ളിയാണ്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനുള്ള ക്യൂസിൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അമ്മച്ചിയുടെ പേരിലാണ് ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ ചെയ്തേക്കുന്നത്. ലില്ലീസ് എന്ന് പറയും. അമ്മച്ചിയുടെ പേര് ലില്ലിക്കുട്ടിയാണ്. ഇത് നമ്മളൊരു ഗ്രീൻ ആപ്പിൾ മൊയ്റ്റോ ആണ്. ആക്ച്വലി നമ്മുടെ ഒരു പോപ്പുലർ ഡ്രിങ്ക് ആണ്. ഒരു നല്ല ജസ്റ്റ് ഒരു റീഫ്രഷിങ്. അതിനകത്ത് സോഡ, ലൈം ജ്യൂസ്, ഗ്രീൻ ആപ്പിൾ എല്ലാം. പിന്നെ നമുക്ക് ഇന്നത്തെ മെനുവിൽ എല്ലാം ഉണ്ട്. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത്, അത് നമ്മുടെ സെർവർ. പിന്നെ ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ വളർത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാരുടെ ഒരു സ്പെഷ്യലാണ് ബീഫ് ഫ്രൈ. ബീഫ് ഇല്ലെങ്കിൽ മലയാളികളില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ദേശീയ ഭക്ഷണം പറാട്ടയും ബീഫാണ് അവിടെ പോയി കഴിഞ്ഞാൽ. പിന്നെ ചോറ്, നമ്മുടെ ആ വെജിറ്റേറിയൻ ആ ഒരു ഓണത്തിൻ്റെ തന്നെ സാമ്പാറും, മോരുകറി, തോരൻ, മെഴുക്കുവരട്ടി, പപ്പടം എല്ലാം ഉണ്ട് നമ്മുടെ. എനിക്കൊന്ന് ഈ ഒരു ഓണം ടൈമിന് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എല്ലാ രീതിയിലുള്ള വൈബ് ഇവിടെ ഉണ്ട്. ഒരു അത്ത വിട്ട് അല്ലെങ്കിൽ ഓണം സെലിബ്രേഷന് അല്ലേ? എനിക്കൊന്ന് ഓണം കഴിഞ്ഞാലും ഇവിടെ തിരക്കായി. ഓണം കഴിഞ്ഞാലാണ് ആക്ച്വലി നമുക്ക് ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ ഓണം ഇവന്റ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീക്ക് അവർ അവധിയായിരിക്കും. പിന്നെ ഓണം സെലിബ്രേഷൻസ് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ടും നമുക്ക് ഓണത്തിന് നമുക്ക് ആദ്യം റൈസിങ് കരിമീൻ പൊള്ളിച്ചാണ്, ഏലപ്പൊള്ളിച്ചാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി. കരിമീൻ ആക്ച്വലി ഷെറിലിന്റെ അമ്മയുടെയും ഫേവറേറ്റ് ആണ്.
എനിക്ക് ഇഷ്ടമാണ് കരിമീൻ. കരിമീൻ ഒരു രക്ഷയില്ല കേട്ടോ. താങ്ക് യു. സ്പെഷ്യൽ കരിമീനാണ് നമ്മുടെ ചേച്ചിമാരെ ഇറന്നു തൊട്ടുള്ള ഏറ്റവും ഫ്രഷ് ആയിട്ട് കരിമീൻ കൊണ്ടുവന്ന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് അത് പൊള്ളിച്ച് അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ചീനവല, കായൽ, നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് തന്നെ ചെമ്മീനാണ് ഈ നമ്മളെ കായൽ. ഇപ്പം ഈ രാത്രിക്ക് അവിടെ പിടിച്ച് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് 2 വലയുണ്ട്. പ്ലസ് ഇവിടെ നിന്ന് കിട്ടാത്തതായാലും നമുക്ക് അറിയാവുന്ന ഒരു മീൻ പിടിക്കുന്നവർക്ക് നല്ല മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് പറയും, അല്ലെങ്കിൽ ഇവരിവിടെ കൊണ്ടുതരും. അപ്പം നമ്മളത് അതേ രീതിയിൽ തന്നെ നമ്മുടെ കൺസെപ്റ്റ്, ഷെഫ് റോക്കിയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിട്ട് മേടിക്കാം. അപ്പോൾ നമ്മൾ നോർമലി ഗസ്റ്റിനോട് പ്രിഫറൻസ് ചോദിക്കും. ഇവിടെ വന്ന ഗസ്റ്റിനോട് എന്തെങ്കിലും സീ ഫുഡ് പർട്ടിക്കുലർ പ്രിഫറൻസ് ഉണ്ടോ, ക്രാബ്, കാരണം നമ്മളിത് മേടിച്ച് ഫ്രീസറിൽ വെച്ചിട്ട് അത് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം. ഒരു തലേദിവസം അങ്ങനെ സ്പെഷ്യൽ പ്രിഫറൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഉറപ്പായിട്ട് നെക്സ്റ്റ് ഡേ ആ ഫ്രഷ് ആയിട്ട് നമ്മൾ ചെമ്മീൻ നേരത്തെ പറഞ്ഞ ചെമ്മീൻ അതുപോലെ മേടിക്കും. നമ്മൾ ഫിഷ് ആയാലും ചിലവർക്ക് ചെമ്പല്ലി അല്ലെങ്കിൽ കാളാഞ്ചി കായൽ വരുന്നത്, അതെല്ലാം നമ്മൾ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമുക്കൊരു 1-2 കിലോയുടെ കാളാഞ്ചി ഇലയെ പൊള്ളിച്ച് നല്ല ഫ്രഷ് കേട്ടോ. താങ്ക് യു. ഇഷ്ടപ്പെട്ടാലുള്ള ഡാൻസ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാല് വേറെ ഇത് തുള്ളിക്കോളും. എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു ഫീൽ ഇറ്റ്സ് ലൈക്ക് എ ഹോംലി ഫീൽ കേട്ടോ. ഇവിടുന്നുള്ള ഫുഡിന്റെ ആയിരുന്നാലും ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ ഫുള്ളായിട്ടൊരു ഈവനിങ് വാക്ക് ഒക്കെ കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു കംപ്ലീറ്റ് ഫീല് ഇത് തന്നെയാണ്. നമ്മള് ഇതാണ് നമ്മുടെ ഈ സംസ്കൃതിയുടെ പില്ലേഴ്സ്. മിസ്റ്റർ റോക്കി is one of my favorite chef. ഞാൻ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, വന്നപ്പോഴത്തേക്ക് മിസ്റ്റർ റോക്കിയുടെ ഫുഡിനകത്താണ് എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിരുന്നത്. ഓഫ്കോഴ്സ് മെനു ഞാൻ ഓൾറെഡി പറഞ്ഞത് കൊണ്ട് പിന്നെ പറയുന്നില്ലെന്നേ ഉള്ളു. ഇത് മിസ്സിസ് റോക്കി, വാട്ട് യു ഡു? അതെ അതെനിക്കറിയാം. ഇവിടുത്തെ സ്പായുടെ മെയിൻ ഇൻചാർജ് പുള്ളിക്കാരിയാണ്. അപ്പൊ എല്ലാ ട്രീറ്റ്മെന്റ്സ്, ഇപ്പൊ കർക്കിടകത്തിന് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. അപ്രീസിയേഷൻ ഇന്റീരിയർ ചെയ്തേക്കുന്ന മുഴുവൻ തന്നെയാണ്. പാട്ട് എലമെന്റ്സ് കൊണ്ടുവന്നേക്കുന്ന മുഴുവനും നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യും. ഇത് മോളാണ് അല്ലേ? നമ്മുടെ സംസ്കൃതിയുടെ ഫീച്ചറാണ് ഈ കാണുന്നത്. കെട്ടിക്കൊടുക്ക്. എന്താ ഇങ്ങനെ കെട്ടിക്കൊടുക്ക്. ഓ പൂപ്പിച്ചുണ്ടോ? നമുക്ക് രാവിലെ ഓണം ഷൂട്ടുണ്ട്. ഒരു കട്ട് പറഞ്ഞേ. ആക്ഷൻ.
ഒന്ന് ചേച്ചിക്ക് ഇവിടെ വന്നതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. സ്റ്റേക്കേഷന്റെ പോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളൊരു ഓണം ഷൂട്ട് ഫുൾ ഫാമിലിയുടെ. അപ്പം ഞാൻ ഇന്ന് അസോസിയേറ്റ് ചെയ്യുന്ന AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. അത് ഇപ്പം എറണാകുളം ബ്രാഞ്ചിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ മാലയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താമര പെണ്ണിനും ഉണ്ട് മാല. കൊള്ളാവും. ഇത് പണ്ടത്തെ ഇളക്കത്താലി അല്ലേ? താമര പെണ്ണിന് അച്ഛൻ ഇത് കണക്കൊരെണ്ണം വാങ്ങിച്ചത്. കൊള്ളാവോ? ഇഷ്ടായ? ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡ്രേപ്പിസ്റ്റ് മീര. ഡ്രേപ്പിംഗ് മീര എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഫേമസ് ആണ്. സെലിബ്രിറ്റീസിനൊക്കെ ഉടുപ്പിക്കുന്ന ആളാണ്, എൻ്റെ ബ്രൈഡ്സിനും. പക്ഷെ ഇന്ന് ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞില്ല, എൻ്റെ ഫാമിലി എൻ്റെ വൈഫിനെ ഉടുപ്പിക്കാനൊന്നും പറഞ്ഞില്ല. കാര്യം വന്നില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ട്. അപ്പൊ ഇത്രയും സ്വർണം AGD കൊണ്ടുവരുമ്പോൾ എനിക്ക് കൊണ്ടുവരാതിരിക്കുമെന്ന് ഞാൻ പേടിച്ചു. പക്ഷെ എനിക്കും കൊണ്ടുവന്നു. എന്തിൻ്റെയാണിത്? ക്രിസ്റ്റൽ. എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ആക്ച്വലി ഇത് രുദ്രാക്ഷം, രക്തചന്ദനം, തുളസി മിക്സ്ഡ് വന്നിട്ടുള്ള ചേര. അതിന് ലാസ്റ്റ് ഓമിന്റെ ഒരു ലോക്കറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഒരു ഔട്ട്ലുക്ക് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നല്ലൊരു അട്രാക്ഷൻ ഓർണമെന്റ്സിൽ കിട്ടണം. അത് ജെൻസിനാകുമ്പം അത്രയും കൂടെ വെറൈറ്റി നമ്മൾ അതിൽ മാച്ചപ്പ് ചെയ്തു. ടൂഡേ അടിച്ചു പൊളിച്ചു കേട്ടോ. അമ്മ ഭയങ്കര ഹാപ്പിയാണ്, സ്വർണ്ണ ഭയങ്കര ഹാപ്പിയാണ്. താമര ഹാപ്പിയാണോ? ഹാപ്പിയാണോ? അതെ മതി. താമര ഹാപ്പിയാണ്. സോ സംസ്കൃതി ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു ഷെറിൽ? അടിപൊളി റിസോർട്ടായിരുന്നു. ഫുഡൊക്കെ ഫുഡിനെ കുറിച്ചൊന്നും പറയാനില്ല. അതെ, ഫുഡിനെ കുറിച്ചൊന്നും പറയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ വയറൊക്കെ. ഞങ്ങൾ 2 ദിവസം നന്നായിട്ട് ഫുഡ് അടിച്ചു. അതെ, അടിപൊളിയായിട്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് തടി കുറയ്ക്കണത് എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യാണ്. പക്ഷെ തടി കുറയണില്ല എനിക്ക്. താങ്ക് യു സോ മച്ച്. ഓണം തുടങ്ങിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ഇന്നത്തെ ഈ ഷൂട്ടിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. നമ്മളിനി സ്ഥിരം വീഡിയോസുമായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ സ്വന്തം വികാസ് VKS.